അപ്പൊ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ആശ ചേച്ചിയാണ് ഖത്തറിൽ നിന്ന് മെസ്സേജ് കുവൈറ്റിൽ നിന്ന് മെസ്സേജ് ആണ്. ഒരു മിസ്റ്റേക്ക് പറ്റിയതാണല്ലോ. അത് ക്ഷമിക്കണം ആശ ചേച്ചി, ക്ഷമിക്കണേ. അപ്പൊ ആശ ചേച്ചി കുവൈറ്റിൽ നിന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാണത്. ഇത്ര ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ചാനൽ തുടങ്ങാൻ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ഏറ്റവും ഇഷ്ടമുള്ള ചാനൽ ഏതാണ്? ചാനലിനെ കുറിച്ച് ഞാനിപ്പോ ഇനി വിശദീകരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആശ, അപ്പൊ അത് കേട്ട് നോക്കണം. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇഷ്ടപ്പെട്ട ഏറ്റവും ചാനൽ ഏതാണെന്ന് ആദ്യം പറയുന്നത്. അത് പിന്നെ ഫുഡും പറയുന്നുണ്ടല്ലോ. ആ ഫുഡ് പറഞ്ഞു. ഇത്തവണ ഏറ്റവും കൂടുതൽ ചാനൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാണ്? സപ്പോർട്ട് ചെയ്തത് രണ്ടാളുണ്ട്. അതൊരു കഥയാണ്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്റെ മോളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് ഒത്തിരി ബോറടി ആയിട്ട് തോന്നി. ആ സമയത്ത് എന്നോട് പറഞ്ഞു യൂട്യൂബിൽ ഞാനിങ്ങനെ, അന്നാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് തുറക്കണം. ഒരാളും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞാണ്, ഞാൻ 2 വർഷമായിട്ടുള്ളൂ യൂട്യൂബ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട്. സത്യത്തിൽ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഓരോ ഇങ്ങനെ നോക്കി വന്നപ്പോ ഞാൻ താൽക്കാണ്ട് എന്നെ പറഞ്ഞു, അയ്യോ ഇത് നമുക്ക് എന്താ തുടങ്ങിയാല്, എനിക്ക് അത്യാവശ്യം പാചകം അറിയാവുന്നല്ലേ. പിന്നെ ഇയാൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ യൂട്യൂബ് തുറന്ന് ഏത് ചാനൽ കണ്ടു കഴിഞ്ഞാലും ഉടനെ അത് കയറി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അത് പോരാത്ത മാത്രല്ല, അപ്പൊ അതിലിങ്ങനെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് കാണുന്ന ബെല്ലേക്കാൻ പ്രസന്റ് അതിന് മേലെ കാണുന്ന ഓണം. എന്നിട്ട് അത് ഒരു ദിവസം ഞാൻ 10-35 ന്യൂസ് ചാനൽ വരെ ഞാൻ അത് ചെയ്ത്. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അതെന്താ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്റെ ഫോണിലാണ് യൂട്യൂബ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ യൂട്യൂബ് ഞാനിത് എടുത്തു കഴിഞ്ഞാൽ വെറും നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവസാനം ഇവരുടെ പണി എന്താന്ന് പറയുമ്പോ, ഇവര് ഫ്രീ ആയിരിക്കുമ്പോ ഈ സബ്സ്ക്രൈബറൊക്കെ ക്യാൻസൽ. കാരണം എല്ലാം ചവറ് പോലെ എനിക്കറിയില്ല. ഞാനെല്ലാം അയ്യോ അത് പാവല്ലേ, അവർക്കത് അങ്ങനെ ചെയ്തു കൊടുത്തേക്ക. അപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ എനിക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇതുപോലെ എനിക്ക് ചെയ്യാന്നുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ എന്റെ മോൻ 2 വർഷം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നപ്പോ, രണ്ടാമത്തെ മോൻ നാട്ടിൽ വന്നപ്പോ അവൻ പറഞ്ഞു, അന്ന് തുടങ്ങും മമ്മി തുടങ്ങുന്ന. അപ്പൊ ഫസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പൊ അന്നെന്ന് പറയുമ്പോ ഒരു മുട്ട പൊരിച്ചെന്ന് ഞങ്ങൾ തുടങ്ങിയത്. അപ്പൊ ഞങ്ങളത് വീഡിയോ കാണിച്ചിട്ടില്ലേ. ഞാനും ചെറിയിക്കാന്ന് 2ാം തീയതിക്കാണ്. അപ്പൊ ചെയ്യാനായിട്ട് ഇതാക്കിയത് ഞങ്ങൾക്ക് തിന്നുകയും ചെയ്യാം, മമ്മിക്ക് അപ്പൊ വീഡിയോ എടുക്കുകയും ചെയ്യാം. മുട്ട വറുത്തത് കഴിക്കാം. അപ്പൊ ഇവര് എന്നോട് വന്ന് മമ്മി ഒരു പണി 3 ഓംലേറ്റ് ഉണ്ടാക്കുന്ന. 3 ഓംലേറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞു. അപ്പൊ 3 ഒരുമിച്ച് കലക്കണത്, 3 ഒരുമിച്ച് കലക്കണ ഒരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച്, അല്ല മുട്ട പൊരിക്കല്ല, പാൻ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയണേ. ഒരു പതിവില്ലാണ്ട് അപ്പൊ നമുക്ക് മുട്ട മറിച്ചിടാന്ന് പറഞ്ഞിട്ട് പൊക്കലും ഈ ടൈറ്റാനിക്ക് 2 കഷ്ണമായിട്ട് മുട്ട പോയി. അങ്ങനെ ചിരി തുടങ്ങി. അവിടെ നിന്നാണ് മമ്മിയുടെ യൂട്യൂബ് ചാനൽ തുടക്കം എന്ന് പറയണത്. തവിട് പൊടിയായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മമ്മി ഇങ്ങനെയാണ്, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് നിക്കണത്. ഉദാഹരണം ഞാൻ പറയുന്നത്, സബ്സ്ക്രൈബർ എന്ന് പറയാൻ എനിക്കറിയില്ലായിരുന്നു. അത് നിങ്ങൾ എന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോ മമ്മിയുടെ ആ ഒരു കണ്ണിന്റെ എനിക്കത് പറയാൻ കിട്ടുന്നില്ല. അത് അങ്ങനെ ഞാൻ കുറെ നാള് എന്റെ മോൻ പറയും, മമ്മി മിസ്സുമാർക്ക് അതൊന്നും കൂടി, അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ സബ്സ്ക്രൈബർ എന്ന് പറയണ്ട, അത് വേറെ എന്തെങ്കിലും രീതിയിൽ എല്ലാവരും എന്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ കുറെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ അതിന് പറഞ്ഞ് ഞാൻ സ്വയം പഠിക്കാൻ ചെയ്തത്. അത് കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചതെന്നുള്ളതാണ്. നമ്മൾക്ക് ഇതിന്റെ പിന്നിൽ കുറെ എന്താ പറയാ ഇവര് പിള്ളേരൊക്കെ കളിയാക്കുമ്പോഴൊക്കെ ഒത്തിരി നാണക്കേട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ നമ്മള് ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കൊണ്ട് എനിക്ക് പെട്ടെന്ന് കോവിഡൊക്കെ കൂടിയ സമയത്ത് പിന്നെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്നപ്പോൾ ഞാനിത് വ്യൂസൊക്കെ വളരെ താഴോട്ടായി. കൂടിയിരുന്ന വ്യൂസൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അടിയിലോട്ട് പോയപ്പോ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞു. വീഡിയോ ഇട്ടിട്ട് 19 യൂസറുടെ സമയത്ത് ഞങ്ങൾ ആകെ എല്ലാവരും അല്ല അതല്ല, അതിന്റെ പിന്നിൽ
കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരാരും കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് റൂമിൽ വന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കരഞ്ഞു. 3 മണിക്കൂറായപ്പോഴേക്കും 19 വ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറം വിഷമായി. അങ്ങനെ അതും കണ്ടിട്ട് എന്റെ ഇക്ക വന്ന് ഇക്ക വെച്ചാൽ എന്താ നീ കരയണേന്ന് ചോദിച്ചു. ഇക്ക കരയണ എന്താന്ന് വെച്ചപ്പോഴേക്കും എന്റെ കരച്ചിലിന്റെ ആക്കം കൂടി. അങ്ങനെ ഇക്ക പോയിട്ട് രണ്ടാമത്തെ മോനന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രണ്ടാമത്തെ മോനെ വിളിച്ചതേ മമ്മി കരയണുണ്ട്. അങ്ങനെ ആ മോൻ എന്നോട് പറഞ്ഞു, എന്തിനാ വിഷമിക്കണത്, ആ സാരില്ല, അത് ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു ഞാൻ ചാനലിന് നിർത്തുകയാണ്, എനിക്ക് വയ്യ, എനിക്ക് സങ്കടമാവണം, നല്ല വ്യൂസ് ഉണ്ടായത് പെട്ടെന്ന് കുറഞ്ഞില്ല. അപ്പൊ രണ്ടാമത്തെ മോൻ പറഞ്ഞു, മമ്മി ഇനിയിപ്പോ നിർത്തണ്ട ചാനല്, അപ്പോ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിടാൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട, ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് മമ്മി ഇട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും അത് നിർത്താതെ തുടർന്ന് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ വീഡിയോ ഒരെണ്ണം വൈറലായി. പെട്ടെന്നാണ് എൻ്റെ വീഡിയോ വൈറലായത്. ഇൻഷാ അല്ലാഹ് അത് മാഷാ അല്ലാഹ് അങ്ങനെ വീഡിയോ വൈറലായി. ഇപ്പൊ 2-3 വീഡിയോ എന്റെ വൈറലായി. 2-3 വീഡിയോ അല്ല, പല വീഡിയോ കുറെ വീഡിയോ ഇപ്പൊ എന്റെ വൈറലായി. അങ്ങനെ ഇപ്പൊ എനിക്ക് ഏകദേശം 35,000 സബ്സ്ക്രൈബറിന്റെ അടുത്തായി. ഇത് തമ്പുരാന്റെ അനുഗ്രഹമാണ്. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ ആരുമല്ല. ഞാൻ അത്രമാത്രം കരഞ്ഞെന്നുള്ളത്. പക്ഷെ അതില് ഞാൻ പിടിച്ചു നിന്നത് എന്റെ രണ്ടാമത്തെ മകൻ താജു കാരണമാണ്. അല്ലെങ്കിൽ ഞാനത് അന്നേ അത് നിർത്തിയാൽ അത് ഇക്കൻ്റെ നിനക്ക് അത്ര വിഷമമാണ്, നിർത്തിക്കോ, നീ വിഷമിക്കേണ്ട, അത് നിർത്തിയേക്ക്, എനിക്ക് കുഴപ്പമൊന്നും. പക്ഷെ താജു സമ്മതിച്ചില്ല, നിർത്തണ്ടാന്ന് അങ്ങോട്ട് തീർത്ത് പറഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് വ്യൂസ് കയറുകയും പിന്നെ അങ്ങോട്ട് പൈസ വരികയൊക്കെ ചെയ്തത് അതിനുശേഷമാണ്. അപ്പൊ അതാണ് എന്റെ വേറൊരു സംഭവം. ഈശാൻ ആൻഡ് ഐഷി എന്നും പറഞ്ഞിട്ടൊരു ഐഡിയാണ് അടുത്ത കമന്റ് വന്നേക്കണത്. ആമിനത്തയുടെ മക്കളുടെ പേര് ഇത്താടെ ഏറ്റവും സന്തോഷമായ സമയം സങ്കടമായ സമയം ഇത്താക്ക് എത്ര വയസ്സായി? സങ്കടം പറഞ്ഞു, സന്തോഷം പറഞ്ഞു. സങ്കടവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ വേറെ കൊണ്ടുവരാം. കാരണം ഒത്തിരി ദുഃഖങ്ങളും ഒത്തിരി സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി തകർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ കൊണ്ടുവരണം. കാരണം ഇതിൽ പറഞ്ഞു വരുമ്പോൾ ആളുകൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് സോറി, ഞാൻ ഒത്തിരി ദുഃഖങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, അതേപോലെ സന്തോഷങ്ങൾ. അപ്പൊ വേറൊരു വീഡിയോ കൊണ്ടുവരാം. പിന്നെ വേറെന്താ മക്കളുടെ പേര് മൂത്ത മോന്റെ പേര് അബൂബക്കർ അനീസ്, രണ്ടാമത്തെ മോന്റെ പേര് താജുദ്ദീൻ താഹ, മോളുടെ പേര് അസ്ന സുലൈഖ, നാലാമത്തെ മോന്റെ പേര് അബ്ദുൾ റസാഖ് റസ്മോൻ. ഇതാണ് അങ്ങനെ 4 മക്കള്. മാഷാ അല്ലാഹ് എല്ലാവരും നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് 53 വയസ്സ് കഴിഞ്ഞു. 53 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഡയബറ്റിക് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. മധുരം എവിടെ കണ്ടാലും ഐസ്ക്രീമിനോട് എനിക്ക് താല്പര്യം ഇല്ലട്ടെ. എവിടെ ചെന്ന് കണ്ടാലും പായസം ഉണ്ടോ ചോദിക്കും. പായസം ഉണ്ട്. സത്യം പറഞ്ഞ ഇപ്രാവശ്യം ഞാൻ ഓണത്തിന്റെ റെസിപ്പികൾ വരുമ്പോൾ ഞാൻ പായസം ഇടണ്ടെന്നുള്ള, കാരണം കുറെ തരം പായസങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ പോസ്റ്റുകൾ ഇടും. തൽക്കാലം ഞാൻ ഇപ്പൊ ഈ പ്രാവശ്യം അത് ഇത്തിരി ഡയബറ്റിക് കൂടുതലാണ്, അതുകൊണ്ടിട്ട് പായസം ഇപ്രാവശ്യം ഇടണോ വേണ്ടത് തീരുമാനിച്ചിട്ടില്ല. അപ്പോ അതാണ് ഈ വിശേഷങ്ങള്. പിന്നെ അടുത്തത് വായിക്കും. കോമഡിയാണ്. ഹനീഫ ബീബി എന്ന് പറഞ്ഞൊരു ഐഡിയാണ് കമന്റ്. ഹനീഫക്ക സൗദിന്നാണ് മെസ്സേജ് ഇട്ടത്. ആമിനത്താത്ത നിങ്ങളുടെ എത്ര പേര് പ്രേമിച്ചു, എത്ര പേർക്ക് ലെറ്റർ എഴുതി കൊടുത്തു, എത്ര ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു, ഇതിനൊക്കെ മറുപടി പറയണം. അല്ല ഹനീഫക്കാക്ക് മാത്രല്ല ഇത്, അല്ല ഒരു മിനിറ്റ്, ഇത് എനിക്കും ഡാഡിക്കൊക്കെ അറിയേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പൊ എന്താണെങ്കിലും പറയാം മമ്മി. അനീഫ തീർച്ചയായിട്ടും അനീഫ ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ അനീഫക്ക് ഞാൻ ഓട്ടോഗ്രാഫ് തന്നിരുന്നേനെ. അതിനൊന്നും എനിക്കൊരു മടിയില്ല. പിന്നെ പ്രേമിക്കാത്തവരാരോ ഉള്ളത്? നമ്മളിപ്പോ എന്താണ്, പ്രേമിക്കാത്തവരും സ്നേഹിക്കാത്തവരും ചുരുക്കമാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറയില്ലേ, ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിടക്കൊക്കെ ഇല്ല മമ്മൂട്ടിയുടെ ഒത്തിരി ഇഷ്ടമായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമ ഞാനും താക്കാട് ഒരു ഇളയ പെങ്ങളുണ്ട്, ആമിന്ന് പേരായിട്ട്.
അപ്പൊ ഞങ്ങൾ പറയുന്നു മമ്മൂട്ടിന്റെ സിനിമ വരുമ്പൊക്കെ പോകും എന്നിട്ട് പറയും മമ്മൂട്ടിനെ കല്യാണം കഴിക്കായിരുന്നു എന്ന് ഈ താക്കടയിപ്പോ ഞാൻ കൊത്ത് മമ്മൂട്ടിനെ പ്രേമുണ്ടായിട്ട് കാര്യമുണ്ടാ അങ്ങനെ എത്രയോ പേര് മമ്മൂട്ടിനെ പ്രേമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോഹൻലാലെ പ്രേമിക്കുന്നുണ്ട്, സിനിമാക്കാരൊക്കെ ഓരോരുത്തരെ പ്രേമിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും ഏത് സമയത്തും പ്രേമിക്കാം. അതിനൊരു സാഹചര്യങ്ങളൊന്നും വേണ്ട. ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മനസ്സിൽ തോന്നുന്നൊരു വികാരമാണ്. അപ്പോൾ അതിന് ഒരിതൊന്നുമില്ല. പിന്നെ ഓട്ടോഗ്രാഫൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് ഓട്ടോഗ്രാഫൊന്നും പറയാനൊന്നും ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ പ്രേമം എന്ന് പറയാനായിട്ട് ആരെങ്കിലും എന്നെ പ്രേമിച്ചിട്ടുണ്ടാവുമായിരിക്കും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ആരെങ്കിലും നമ്മൾ റോഡ് കൂടി പോകുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒത്തിരി പേരെന്നെ ഇഷ്ടം എന്ന് പറയണത് വേറെ അർത്ഥത്തിലല്ല. എന്നിരുന്നാലും അയ്യോ എനിക്കിപ്പോ തന്നെ ചാനലിൽ തന്നെ ഒത്തിരി പേരെന്നോട് അയ്യോ അമിതാതാനെ എനിക്ക് ഇഷ്ടമാണ്, ഉമ്മ എന്നൊക്കെ പറഞ്ഞ ഐ ലവ് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പ്രേമം എന്ന് പറയാനായിട്ട് എനിക്കറിയില്ല. കാരണം എന്റെ കല്യാണം 16 വയസ്സിൽ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പ്രേമിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അതിനിടക്ക് കല്യാണം കഴിഞ്ഞ പിറ്റത്തെ കൊല്ലം ഒരു കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞ് കുട്ടിക്ക് 1.25 വയസ്സായപ്പോഴേക്ക് അടുത്ത കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞ് കുട്ടിക്ക് 2.5 വയസ്സായപ്പോഴേക്ക് അടുത്ത കുട്ടി ഉണ്ടായി. അങ്ങനെ കുട്ടികളുടെ നീണ്ട നിലയായിരുന്നു 3 മക്കള്. പിന്നെ മൂത്ത മോന് 20 വയസ്സിന് ശേഷമാണ് ഈ മോനുണ്ടായത്. അപ്പൊ അതുകൊണ്ടിട്ട് പ്രേമൊന്നും അങ്ങനെ ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു സ്നേഹം കൊള്ളാലോ, അല്ലെങ്കിൽ ആ മമ്മൂട്ടി കൊള്ളാലോ, അല്ലെങ്കിൽ അയാൾ കൊള്ളാലോ എന്നൊക്കെ നമ്മുടെ എല്ലാ മനസ്സിലും തോന്നാറുണ്ട്, അല്ലാണ്ടൊന്നുമില്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കൂ. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മെഹനാസ് ഷംസി എന്ന് പറഞ്ഞൊരു ഇത്തയുടെ ചോദിച്ചേക്കണത്, എപ്പോഴും ഇത്രയും ആക്റ്റീവായി ഇരിക്കുന്നത് എങ്ങനെ, രഹസ്യം എന്താണ്? ഞാൻ ആക്റ്റീവായിരിക്കുന്നതിന്റെ രഹസ്യം മോളെ, എനിക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കൈവേദന, കാലുവേദന, തലവേദന, പുറം വേദന, അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാല് അത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഇപ്പൊ അവിടെ വയ്യാണ്ട് വൈകുന്നു, ഭയങ്കര ക്ഷീണം, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് കിടക്കണമെങ്കിൽ തന്നെയെങ്കിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഷൂട്ട് ഉണ്ട്, നമുക്ക് ചെയ്യാന്ന്. അപ്പൊ എനിക്കൊരു പ്രത്യേക ഒരു എനർജി അങ്ങനെ വരെയാണ്. സത്യമായ ഇത് കാര്യമാണ്, ഇത് ഹക്കായ കാര്യമാണ് ഞാനിത് പറയുന്നത്. അത് ക്യാമറയുടെ മുന്നിൽ ഞാൻ ഇവിടെ താഴക്കാണ്ട് തന്നെ പറയാം ആരെന്റെ ദേഹത്ത് കയറണിടുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞാൽ ഷൂട്ടിന്റെ കഴിഞ്ഞാൽ ഞാൻ പറയോ കാലുവേന എടുത്തിട്ട് പാടില്ല, കൈവേന എടുത്തിട്ട് പാടില്ല എന്ന് ഞാൻ പറയും. നീയല്ലേ ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് നിന്നതെന്നൊക്കെ താഴെ പറയാറുണ്ട്. അപ്പൊ അത് എന്താന്ന് വെക്കില്ല. പക്ഷെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ബിസിയായി. എനിക്കിപ്പോ ഒന്നിനും നേരെയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ റസു ഓൺലൈൻ ക്ലാസ് വീട്ടിൽ തന്നെ ആയതുകൊണ്ടിട്ട് കുറെ കൂടെ എനിക്ക് സൗകര്യമായി. കാരണം അവനെ ശ്രദ്ധിക്കാൻ അങ്ങനെ ഇടയ്ക്ക് അവൻ എന്താ ചെയ്യേണ്ടത് എടുക്കണൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ എങ്ങനെ വന്നാലും ഡെയിലി എനിക്ക് ഷൂട്ടുണ്ട്, ഇവിടെ. കാരണം ഒന്നിക്കൊന്നരാണ്ട് ഞാൻ വീഡിയോ ഇടുന്നോണ്ട് ഡെയിലി ഷൂട്ടുണ്ട്. പിന്നെ അതിന്റെ തിരക്കിലും മൊത്തത്തിലാണ്. അപ്പൊ ഞാൻ എല്ലാം കൊണ്ടും ആക്റ്റീവ് ആവണേന്റെ കാര്യം ഞാൻ തിരക്കായതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് 53 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായ പ്രായത്തിന്റെ പിന്നെ എല്ലാം റബ്ബിന്റെ അനുഗ്രഹമാണ്. ഞാൻ ഒന്നുമല്ല, ഞാൻ ആരും ആയിട്ടില്ല, ഞാൻ ഒന്നുമല്ല. നമുക്ക് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ പൊക്കണമെങ്കിൽ തന്നെ പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ പൊക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വിചാരിച്ച പൊക്കാൻ പറ്റില്ല. അത്രയും അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ അടുത്ത കമന്റ് ഇട്ടേക്കണത് നിയാസട്ടാണ് ഇട്ടേക്കണത്. കമന്റ് എന്ന് പറയുമ്പോ നിങ്ങൾ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? ഞങ്ങൾ ചാനൽ തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ബോറടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ മോനാണെങ്കിൽ സ്കൂളിൽ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പൊ അതിൻ്റെതായ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങി. അപ്പൊ നമുക്കൊരു നേരം പോക്കാവുന്നല്ല വിചാരത്തിലാണ് തുടങ്ങിയത്. അന്ന് ഫണ്ട് കിട്ടും, അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. എപ്പോഴും ഫണ്ട് കിട്ടും, ആ ഒരു മൈൻഡേ ഉള്ളൂ. പിന്നെ ആൾക്കാർ പറഞ്ഞിരുന്ന എന്തെന്നാലും 1000 മണിക്കൂറാണ് 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂറും ആവുമ്പോ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലും തോന്നിയത്. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായി 8 മാസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അതല്ലാണ്ട് നമുക്ക് ബോറടി മാറ്റാൻ തുടങ്ങിയതാണ് മക്കളെ, അല്ലാണ്ട് വേറെ ഒന്നിനും തുടങ്ങിയതല്ലായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് കറക്റ്റായിട്ട് വീഡിയോ ഇട്ടില്ല കഴിയോ താൽക്കാൽ നാളെ വീഡിയോ ഇടുന്നതല്ലേ നിങ്ങൾ ചെയ്തോന്ന് ഞാൻ ഇപ്പൊ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ആര് ചെയ്യുന്നുണ്ടെങ്കിലും വീഡിയോ കറക്റ്റായിട്ട് ഇടാം.
കറക്റ്റ് ആയിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൂസ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ആര് പറഞ്ഞു സൗന്ദര്യം ഉണ്ടെന്ന്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യമാണ്. റോട്ടിൽ കൂടി പോകുമ്പോൾ ചോദിക്കും, ഇതൊക്കെ എത്ര വയസ്സായി, ഇതൊക്കെ കണ്ടില്ലേ പ്രായം തോന്നില്ല, എനിക്ക് നാളായിട്ട് പാടില്ല. അതിന് മമ്മിക്ക് മാത്രല്ല, മമ്മിയുടെ ഉമ്മ വല്യുമ്മാക്കൊന്നും ഇല്ലാതെ ഒന്നും മുടി നരച്ചിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഉമ്മാക്കൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് മുടിയൊക്കെ നരച്ചത്. ഇപ്പൊ എന്റെ മുടിയൊന്നും നരച്ചിട്ടില്ല. ഇതൊന്നും ഡെയ് അല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് ഇപ്പോ 75 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ് കഴിഞ്ഞിട്ട് ഉമ്മാടക്ക് ഈ അടുത്ത കാലത്താണ് മുടിയൊക്കെ നരച്ചു തുടങ്ങിയതൊക്കെ. പിന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മത്ത കുട്ട കുമ്പളം മുളക്കോ, എന്റെ ഉമ്മ നല്ല സുന്ദരിയായിരുന്നേ. എന്റെ ഉമ്മ നല്ല സുന്ദരിയായിരുന്നു. പാപ്പത്തിന് നിറമൊക്കെ കുറഞ്ഞൊരു വ്യക്തിയാണ്. ആ ഉമ്മയുടെ പ്രകൃതിയാണ് സൗന്ദര്യം ഒരിക്കലും എനിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് എന്ത് പറയാനാ. പിന്നെ പ്രായം നിലനിർത്തി കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് തുടങ്ങിയിട്ട് 5 വർഷമായി എനിക്ക്. പക്ഷെ എന്തോ ഡയബറ്റിക് ഉള്ള പല ആൾക്കാരും പറയുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് ഡയബറ്റിക് ഉണ്ടെന്ന് കണ്ടാൽ തോന്നുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ചിരിയാണ് എൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഞാൻ എന്ത് പറഞ്ഞാലും ചിരിക്കും. ടെൻഷൻ വന്നാലും അതങ്ങോട്ട് കാണിക്കാതെ ഞാൻ ചിരിച്ചു തള്ളി പോകുന്നൊരു പ്രകൃതിക്കാരിയാണ് ഞാൻ. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും ഇതിങ്ങനെ പോകുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ കേട്ടാ. അടുത്ത ചോദ്യം എന്ന് പറയണത് കട്ട് ചെയ്തോടി. അപ്പൊ അടുത്ത കമന്റ് ഇട്ടത് ഷാനി മുജീബ് എന്നാണ് ഇക്കോ ഇക്കല്ല ഷാനി മുജീബ് ഇത്തയാണ്. അതെന്റെ ഇത്തയാണ്. കാരണം മോനിക്കത് അറിയില്ല. കാരണം എന്റെ എല്ലാ വീഡിയോയ്ക്കും കമന്റ് കറക്റ്റ് ആയിട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ് ഷാനി മുജീബ്. ഇത്തവണ പേര് റഷീദ എന്നല്ലേ? അതെ. പിന്നെ എന്തിനാണ് ചാനലിന് ആൽനാസ് എടുക്കണമെന്ന് പേരിട്ടത്? അത് ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പേര് റഷീദ എന്നാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളും ഞാൻ ആ തുടക്കത്തിലിട്ടിരുന്ന പല വീഡിയോകളിലും ഞാൻ റഷീദ എന്ന് തന്നെയാണ് എൻ്റെ പേര് പറഞ്ഞിരുന്നത്. ഞാൻ റഷീദ, ഞാനിങ്ങനെ ആമിനാസ് അടുക്കളയുടെ പെരുമഴയൊക്കെ തന്നെയാണ് തുടങ്ങിയിരുന്നത്. പക്ഷേ എന്നെ ഈ യൂട്യൂബിലുള്ള നമ്മളുടെ എല്ലാവരുമാണ് എന്നെ ആമിനാത്താത്താന്നാക്കിയത്. ഞാനല്ല ആമിനാത്താത്താന്നാക്കിയത്. അതേപോലെ തന്നെ നമ്മളുടെ ഞങ്ങളുടെ ഏരിയയിലുള്ള പല ആളുകളും എന്നെ വിളിക്കുന്നതും ആമിനത്താത്ത തന്നെയായിരുന്നു. ആമിനത്ത എന്ന് വിളിക്കൂടങ്ങൾ. കാരണം 30 കൊല്ലമായിട്ട് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ആമിനാസ് എന്നാണ്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിലും എഴുതി വെച്ചിരുന്നത് ആമിനാസ് എന്നാണ്. അപ്പൊ അതെന്റെ ആങ്ങളെയാണ് അന്ന് ആമിനാസ് ആക്കാന്ന് പറഞ്ഞിട്ട് അന്ന് എന്റെ വീടിന്റെ ഞങ്ങൾ ആദ്യം താമസിക്കുന്ന ചെറിയൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടില് ആമിനാസ് ഉണ്ട്. അങ്ങനെ ആങ്ങളെ തന്നെയാണ് അന്ന് കൊണ്ടുവന്ന് അവിടെ വെച്ചത്. അതിനുശേഷം ആ ആമിനാസ് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് താൽക്കാട് ഉപ്പാടെ ഉമ്മാടെ പേരാണ് ആമിനാന്ന്. ആ ആമിനാന്ന് ഇട്ടതിന് ശേഷം ഞങ്ങൾ ചാനൽ നമ്മുടെ ഇവിടെ വന്നപ്പോ പിന്നെ അങ്ങനെ താഴ്ക്കുകയാണ് പറഞ്ഞത്. നമുക്കന്ന് ആമിനാസ് അടുക്കളന്നാക്കിയാൽ എന്താ. അപ്പൊ ഞങ്ങൾക്ക് ആമിന ബുക്ക് സ്റ്റോർ ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങള് ആമിനാസ് അടുക്കള അങ്ങോട്ടാക്കിയത്. അപ്പൊ ഞാൻ ആദ്യം വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് റഷീദാന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും വീഡിയോയുടെ കടയിൽ കമന്റ് ഇടും. അപ്പൊ ആമിനത്താന്നും പറഞ്ഞാണ് ഞാൻ ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ആമിനത്താന്നാക്കിയപ്പോ അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു എന്റെ പേരങ്ങോട്ട് ആമിനത്താത്താന്നാക്കാണ്. അങ്ങനെ ഇപ്പൊ എനിക്ക് ആമിനത്താത്താന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്റെ ചാനലിൽ അറിയപ്പെട്ട ഒരു പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റഷീദ എന്നുള്ള പേര് ഇപ്പൊ എന്റെ രണ്ടാമത്തെ മോനൊക്കെ വിളിക്കുമ്പോ പറയാം എന്താ ആമിനത്താത്ത വിശേഷം, അല്ലെങ്കിൽ എന്റെ മൂത്ത മോനെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. പിന്നെ അറിയാത്ത ചിലവർക്ക് എന്റെ പേരും മനസ്സിലാക്കിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ റഷീദ എന്നൊക്കെ കമന്റ് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ആമിനത്താത്ത എന്നാണ് വിളിക്കണത് ഇഷ്ടം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റഷീദാന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് ഈ ആമിനാസ് അടുക്കളയുടെ രഹസ്യം. കാരണം ഉപ്പാടെ ബുക്സ്റ്റാളിന്റെ പേരും അതേപോലെ തന്നെ ഉമ്മാടെ പേരും അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ആമിനാസ് അടുക്കള ആക്കിയത്. അടുത്ത് നമ്മുടെ ഹരികുമാറേട്ടന്റെ ചോദ്യം കേട്ടോ. ഹരികുമാർ അയ്യോ ഇതൊരു സ്പെഷ്യൽ ചോദ്യമായിട്ടുണ്ട് എനിക്ക് തോന്നിയത്. ആമിനത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്താണ്? അതിപ്പോ പറഞ്ഞേനു. റീസൺ പറഞ്ഞല്ലോ. ഓ പിന്നെ യൂട്യൂബിൽ ആമിനത്തെ ഫേമസ് ആയി എന്ന് തോന്നുന്നുണ്ടോ? അയ്യോ, പബ്ലിക്കിൽ ആളുകൾ തിരിച്ചറിയാറുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യൂട്യൂബിൽ ഫേമസ് ആയിരുന്നു. ഫേമസ് ആയെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എത്രയോ ഇനി
എത്രയോ വളരാൻ കിടക്കണ്. ഇതൊന്നും ഒരു വളരലല്ല. നമ്മളിവിടെ പേര് 10-35,000 സബ്സ്ക്രൈബർ ആയി. അത്യാവശ്യം ഞാനിപ്പോ പുറത്തൊക്കെ പോകുമ്പോ ഇടക്കൊക്കെ ആൾക്കാരോ ആമിന സർക്കിൾ ചെയ്യണിത്തല്ലേ എന്നൊക്കെ പലർക്കും ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ അധികം കാറിലാ പോവാം, രണ്ടാമത്തെ മാസ്ക് ഇട്ടാ പോവാം. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാറില്ല. ഇപ്പൊ കോവിഡ് കാരണം മാസ്ക് ഇട്ടിട്ട് പോകും. അപ്പൊ എന്നാലും മാസ്ക് ഇടാണ്ട് പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ ഇപ്പൊ ലുലുവിലൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ആൾക്കാർക്ക് തിരിച്ചറിയാറുണ്ട്. എന്നിരുന്നാലും പിന്നെ ചോദിച്ചേക്കണെന്ന് പറയുമ്പോ പബ്ലിക് തിരിച്ചറിയാം. അതെ, പബ്ലിക് തിരിച്ചറിയാറുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെയാണുള്ളൂ ഹരികുമാർ. നമ്മള് എന്താണ് ഒന്നും ആയിട്ടില്ല, ഇനിയും കിടക്കണ് നമ്മള്. അങ്ങനെ പിന്നെ നമ്മളേലും വലിയ വലിയ ചാനലുകാരൊക്കെ എങ്ങനെയാ പറയേണ്ടത്? നമ്മൾക്ക് നമ്മുടെ ചാനൽ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ നാട്ടുകാരാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവർ നമ്മുടെ വീഡിയോകൾ കണ്ട് അവർ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. അല്ലാണ്ട് നമ്മൾ ഒറ്റക്ക് വിചാരിച്ചു ഞാൻ ചാനൽ ചെയ്തു റോട്ടിലൂടെ പോകുമ്പോൾ അങ്ങനെയല്ല. അത് അവർ നാട്ടുകാർ വന്നിട്ട്, പക്ഷെ പലരും ചോദിക്കാറുണ്ട്, കണ്ടമാനം ഫോൺ കോൾ എനിക്ക് വരാറുണ്ട്. അതേപോലെ തന്നെ ആളുകൾ വിളിച്ചിട്ട് കമന്റ് ബോക്സിൽ തന്നെ ഇടാറുണ്ടല്ലോ. പല ആളുകളും പറയും എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് ഞങ്ങൾ വീട്ടിൽ വരട്ടെ എന്നൊക്കെ പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വരട്ടെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പല ആളുകളോട് ഞാൻ പറയുന്നത് ഇപ്പൊ വരല്ലേ, എനിക്ക് പേടിയായിട്ടാണ്. കാരണം എനിക്കൊരു പ്രാവശ്യം കോവിഡ് വന്നതാണ്. അപ്പൊ ഇവരൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ വരുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പല ആളുകളോടും പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഇപ്പോൾ വരണ്ടെന്നാണ്. പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ചാനലിൽ എനിക്ക് പൈസയിനേക്കാളും ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നത് എന്നെ വിളിക്കുന്നതും എനിക്ക് വരുന്ന ഫോൺ കോളുകളും. അതേപോലെ തന്നെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വരണം, ഞങ്ങൾക്ക് കാണണമെന്നുണ്ടെന്ന് പറയുന്നതും, അതേപോലെ തന്നെ എന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് അതൊക്കെയാണ്. അല്ലാണ്ട് ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടോ. നമ്മുടെ നെഗറ്റീവ് കമന്റ് ആണ് ഇത്. ഇത്ര നല്ല ചോദ്യങ്ങളല്ലേ തന്നെയായിരുന്നു വായിച്ചോണ്ടിരുന്നത്. നെഗറ്റീവ് കമന്റ് വരെ വായിച്ചിട്ടുണ്ടായില്ല. നെഗറ്റീവ് നല്ല കലക്ക നെഗറ്റീവ് എനിക്കല്ല മമ്മിക്കാണ്. നാസിയ നസീം ആമിനത്തൊരു അഹങ്കാരിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? നാസിയ നസീം അയ്യോ, എനിക്ക് എന്ത് അഹങ്കാരം. എന്റെ ചാനലിൽ ആര് വിളിക്കുമ്പോഴും പറഞ്ഞു അയ്യോ എന്ത് നിഷ്കളങ്കതയായിട്ടാണ് സംസാരിക്കണത്, എന്ത് പാവമായിട്ടാ തോന്നുന്നു. പാവം എന്ന് പറയാനായിട്ട് ഞാൻ അത്ര പാവമൊന്നുമല്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. കാരണം ഞാൻ റസൂലിന്റെ കാര്യത്തിലൊക്കെ ഞാൻ കണ്ടമാനം ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേരാത്ത കാര്യം എന്ന് പറയുന്നത് രാവിലെ എനിക്ക് നല്ല മടിയാണ്. അപ്പൊ എനിക്ക് രാവിലെ നല്ല എണീക്കാൻ നല്ല മടിയാണ്. അപ്പൊ തൊട്ടിട്ട് മമ്മി ഇങ്ങനെ 5 മണിയാകുമ്പോ തൊട്ടിട്ട് ഇങ്ങനെ എണീക്കടാ അവസാനം വന്നിട്ട് എന്റെ മൂക്കിലേക്ക് വെള്ളം കയറി. ഞാൻ കിടക്കുമ്പോ ഞാൻ പറയും നിങ്ങൾ നേരത്തെ കിടക്ക്, ഒരു 10-10:30 മണി. അതാണ് എനിക്ക് കിടക്കാനായിട്ട് നല്ല മടിയാണ്. കിടക്കാൻ മടിയാണ്, എണീക്കാനും മടിയാണ്, രണ്ടിനും. അപ്പൊ രാത്രി കിടക്കാൻ ലേറ്റ് ആയി കിടക്കണം, രാവിലെ എണീക്കാൻ ലേറ്റ് ആയിട്ട്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും അതെന്തിനങ്ങനെ ആവണത്. അപ്പൊ അതിന് ഞാൻ ചൂടാവാറുണ്ട്. അല്ലാണ്ട് അഹങ്കാരം ഒന്നുമല്ല. പിന്നെ നമ്മൾക്ക് അഹങ്കാരം ഇല്ലാത്ത ഏത് മനുഷ്യനാ ഉള്ളത്? എല്ലാവരുടെ മനസ്സിലും കുറച്ച് അഹങ്കാരം ഉണ്ടാവാതിരിക്കില്ല. അത് പല രീതിയിലാണ് അഹങ്കാരങ്ങൾ വരാം. ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ അതൊരു അഹങ്കാരം കൊണ്ടാണ് അതങ്ങനെ പറയണത്. അപ്പോ അത് എന്താ പറയാതെ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കണമെങ്കിൽ ഇപ്പൊ നടക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരം പല രീതിയിലാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എനിക്ക് അഹങ്കാരമില്ല, എനിക്ക് ഇത്തിരി തൻ്റെടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് 21 വർഷം വിദേശത്തായിരുന്നു, 28 വർഷം വിദേശത്തായിരുന്നെങ്കിൽ പോലും 21 വർഷമാണ് ആള് ഞങ്ങൾ തനിച്ച് താമസിച്ചിട്ട് വേറെ മാറി താമസിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞു മക്കളായിരുന്നു. എനിക്ക് മൂത്ത മോനെ 6 വയസ്സ്, അങ്ങനെ ചെറിയ പിള്ളേരായിരുന്നു. അപ്പൊ ഈ മക്കളായിട്ട് ഞാൻ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ, കാരണം ഞാൻ അത്ര ചെറുപ്പമായിരുന്നു, ഒരു 10-27 വയസ്സ് എനിക്ക് ഈ വീട്ടിൽ വരുമ്പോൾ ഉള്ളൂ. അപ്പോൾ ഈ പരിസരമൊക്കെ ആകെ വിജനമായ സ്ഥലമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഉള്ളിൽ മുഴുവനും പായമാണ്, എങ്കിലും നല്ല തൻ്റെടിക്കാരായിട്ടൊക്കെ ഞാൻ നിൽക്കുമായിരുന്നു.
അങ്ങനെ തന്റെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അഹങ്കാരം എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അഹങ്കരിക്കാൻ നമുക്ക് എന്തോ ഉള്ളത്. ഇന്നിപ്പോ നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഒരു ഈ സംസാരത്തിന്റെ ഇടയ്ക്കൊക്കെയാണ് ചില ആൾക്കാർ മരിച്ചോണത്. പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ എത്ര അഹങ്കരിച്ചിട്ടും നമ്മൾ ഈ അഹങ്കരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഈ ഉള്ള കാശും വെച്ചിട്ടാണ്. മരിക്കണ സമയത്ത് നമുക്ക് ഇതൊന്നും കൊണ്ടുപോവില്ല. എല്ലാം ഇങ്ങനെ കൈയും വീശിക്കൊണ്ടാണ് ഇങ്ങനെ പോണത്, ഒന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അഹങ്കാരമല്ല, തന്റെ എനിക്കുണ്ട്. ആരെന്തിങ്ങോട്ടും ചോദിച്ചാലും അതിന് തിരിച്ചു പ്രതികരിക്കാതെ ഞാൻ എന്താണെന്ന് ചോദിച്ച് തിരിച്ച് എന്താണെന്നൊന്ന് ചോദിക്കും. അതിലുള്ള തന്റെ എനിക്ക് അന്നുണ്ട് ഇപ്പോഴുണ്ട്. അല്ലാണ്ട് എനിക്ക് ഒരു അഹങ്കാരമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവരാരും അങ്ങനെ പറയില്ല. പിന്നെ പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം, അതെനിക്കറിയില്ല. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് എടുക്കാം. അടുത്തതെന്ന് പറയുമ്പോ ഇച്ചിരി മമ്മിക്ക് ടഫ് ആയിരിക്കും ആലോചിക്കാൻ, ഇച്ചിരി എളുപ്പമായിരിക്കും എന്നൊക്കെ തോന്നണ്. ആ സംഭവം എന്താന്ന് വെച്ചാൽ മോഹൻകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, മോഹൻകുമാർ ആ ചേട്ടൻ കമന്റ് ഇട്ടാണ് മക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? മക്കളില് 4 മക്കളില് ഏറ്റവും ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നമ്മളുടെ 2 കണ്ണാണുള്ളത്. 2 കണ്ണും നമ്മൾക്ക് ഒരുപോലെ അല്ലേ. അപ്പൊ നമ്മളിപ്പോ സൂക്ഷിച്ച് നോക്കുമ്പോ ഒരു കണ്ണടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ നടന്നാൽ നമുക്ക് തട്ടിപ്പോവും. അതുപോലെ ഈ സൈഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് തട്ടിപ്പോവില്ലേ എന്ന് പറഞ്ഞ പോലെ എന്റെ എല്ലാ മക്കളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എല്ലാ മക്കൾക്കും അതിൻ്റെതായ 4 മക്കൾക്കും 4 വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പോ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞത് എന്റെ മൂത്ത മോനെ ക്യാരക്ടറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ ഒത്തിരി ദുഃഖങ്ങൾ കണ്ടു വളർന്നൊരു മോനാണ്. ഒത്തിരി വിഷമങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല, ഞാൻ എത്ര ഇപ്പൊ അവന് ഇത്രയും പ്രായമായിട്ട് പോലും മൂത്ത മോനെ 36 വയസ്സായി. ഈ 36 വയസ്സിന്റെ ഇടക്ക് ഇത്രയും ഇതായിട്ട് പോലും അവനെ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പറഞ്ഞാല് അത് കേട്ട് നിൽക്കാന്നല്ലാണ്ട് അത് പ്രതികരിക്കാൻ അവനിക്ക് അറിയില്ലാണ്ടല്ല. അവൻ വിചാരിക്കുന്ന അവന്റെ ഉമ്മാനോട് എന്തെന്നാ പ്രതികരിക്കാൻ. അതാണ് അവനിലുള്ള ഏറ്റവും നല്ലൊരു പോയിന്റ് ഞാൻ കാണുന്നത്. അത് ശരിയല്ല റസൂ? അത് കറക്റ്റാണ്. അത് ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ യോജിക്കും മമ്മിനോട്. കാരണം എന്താണ് മറ്റു 3 മക്കളിപ്പോ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ ഇട്ട് കാണിക്കും. പക്ഷേ പ്രത്യേകിച്ച് ഞാൻ മൂത്ത മോനെ ഒരക്ഷരം എന്തൊക്കെ എത്ര ചീത്ത പറഞ്ഞാലൊക്കെ പറഞ്ഞു വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ കല്യാണം കഴിഞ്ഞിട്ട് പോലും കല്യാണം ഇപ്പൊ 2 കുട്ടികളായി അവർക്ക്. അപ്പൊ എന്നിട്ട് ചെറിയ തെറ്റൊക്കെ വെച്ച് വരുമ്പോ മമ്മി ചീത്ത നീ എന്താണ് ഇങ്ങനെ മണ്ടത്തരം കാണിക്കണം. അതിപ്പോ ഞാനാണെങ്കിൽ പറയും മമ്മി ഇതൊക്കെ ആർക്കാരും പറ്റൂലേ, ഒരക്ഷരം വേണ്ടില്ല എന്റെ പൊന്നുമോന്. അപ്പോ അതാണ് എനിക്ക് അവനിലാണ് ഏറ്റവും കൂടുതൽ നല്ലത് പറയാനുള്ളത്. പിന്നെ 2ാമത്തെ മോനെന്ന് പറഞ്ഞാല് അവൻ പാവമാണ്, പക്ഷെ അവൻ ശുദ്ധനാണ്. ഒരു മണ്ടത്തരം കൂടുതലാണ്. അവൻ ആരെന്തു പറഞ്ഞാലും അവൻ വിശ്വസിക്കും. ആരുടെ ചതിയിലും പോയി അവൻ വീഴും. അതാണ് അവനിലുള്ള ഏറ്റവും വലിയൊരു മണ്ടത്തരം. അവനായിട്ട് കുറെ എന്താ പറയാ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ എന്താണ് അവന് കുറെ പൈസകളൊക്കെ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടൊക്കെ പോയി. ഒരു 2015 അല്ല 16 നാക്ക കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. അവനെ കുറച്ച് കുറെ പൈസ അവനെ ഒരാൾ പറ്റിച്ച് അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായ പാവം. അപ്പൊ അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ 2ാമത്തെ മോനെ. പിന്നെ മോള് വിദ്യത്തെയാണ്. മോൾക്ക് നല്ല ബുദ്ധിയാണ്. അവളെന്തു പറഞ്ഞാലും അങ്ങോട്ട് പറയണത് കേൾക്കാന്നല്ലാണ്ട് നമ്മളിപ്പോ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് പറയും. പക്ഷെ അവള് ആവശ്യത്തിനെ സംസാരിക്കുള്ളൂ. നമ്മളിപ്പോ അതല്ലേടി അച്ചു എന്നാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ആ പേര്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ട് അതല്ലേടി അച്ചു തന്നെ അങ്ങനല്ലേ, അതിങ്ങനെ അവളൊന്ന് ആലോചിച്ച് നിൽക്കും. അത് പറയണോ വേണ്ടേ? അതിപ്പോ മറ്റുള്ള സഹോദരങ്ങളെ അനീസ് ഇങ്ങനെ പറഞ്ഞല്ല അത് വേണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് മിണ്ടാണ്ട് നിൽക്കും. അത് ആരുടെ കാരണേലും അവൾ ആവശ്യത്തിൽ അത് ബുദ്ധിമതിയായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് അച്ചു. അത് മോള് അവൾ അമിതമായിട്ട് എന്നെ പോലെ ബലബലാന്നത്തിൽ സംസാരിക്കില്ല. കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കും. നമ്മളതുകൊണ്ട് കൂടുതൽ അവളോട് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ റസൂലിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണം. ഒരു കുട്ടിയല്ലേ, 10 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവന്റെ നാവമ്മേക്കാണ്. അന്നിരുന്നാലും ട്യൂഷൻ ക്ലാസ്സിൽ പറയണത് എപ്പോഴും ഇങ്ങനെ ഭയങ്കര നാവാന്ന് പറയും. അപ്പോ അങ്ങനെ അവൻ എന്റെ കൊച്ചു മോനല്ലേ. എന്റെ മക്കള് 3 ആളും അവന് സ്വന്തം മക്കളെ പോലെ
റസുമോനെ പോലെ തന്നെയാണ് കാണുന്നത്. അവരുടെ അനിയനായിട്ടല്ല കാണുന്നത്, അവരുടെ മക്കളായിട്ട് തന്നെയാണ് ഈ 3 പേരും കാണുന്നത്. അവനിക്ക് എന്ത് കുറവുകളുണ്ടെങ്കിൽ പോലും അവനക്ക് അത് അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. അവർ കടമല്ല അവർ ചെയ്യുന്നത്, അവർ സ്നേഹം അങ്ങനെയാണ്. അപ്പൊ അതൊക്കെയാണ് അവരിലുള്ളത്. പിന്നെ അപ്പൊ അതൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കുള്ളതാണ്, പിന്നെ മമ്മിക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോ ഉഷ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് ഇട്ടത്. വൈകുണ്ടായ റസുമോന് അവന്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തെല്ലാം അത് മമ്മിക്ക്, പിന്നെ അവൻ ആരെയാണ് കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക്. അപ്പൊ ഞാൻ പറയട്ടെ, സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഒത്തോണം തൂങ്ങിയാണ്. അവന്റെ കാര്യങ്ങൾ ആദ്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ മമ്മി അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വിചാരിക്കും അയ്യോ ഒന്ന് പാവം അതാണ് നടത്തി കൊടുക്കാൻ വിചാരിക്കും. കുറച്ചു നേരം കഴിയുമ്പോ അവന്റെ ആരുടെ അടുത്തേക്കും ഇത് തന്നെ ആയിട്ട്. അപ്പോ അതാണ് പിന്നെ അവനൊരു ക്യാരക്ടർ, അവന് കാര്യങ്ങളെ കഴുതക്കാലം പിടിക്കുന്നുള്ള പ്രവൃത്തി. പിന്നെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അവൻ പെട്ടെന്ന് മനസ്സിലുള്ളൊരു കുട്ടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ അയ്യോ അതാണ് ചെയ്യണോട്ടാ അത് കൊടുക്കാം. അതേപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യവും വരുന്നൊരു സ്വഭാവക്കാരനാണ്. ആരെയും പകവയ്ക്കില്ല എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് ഇടക്കിടക്ക് എന്റെ പുറത്തോട്ട് ഇടി കിട്ടാറുണ്ട്. നല്ല അടിയിട്ടു എനിക്ക് ദേഷ്യം കയറി. എനിക്കിപ്പോ ഞാനിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞാലില്ല ഈ സ്വഭാവമാണ് മമ്മ എന്നെ തന്നെ. എനിക്ക് പെട്ടെന്ന് എന്നെ മൂത്തവരുടെ നാവെടുക്കരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് അതെന്റെ സൗണ്ട് കൂടിയാൽ തന്നെ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നിട്ട് നിങ്ങളുടെ ഒച്ച ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതും പറഞ്ഞിട്ട് കഴുത്തിൽ കയറി പിടിക്കും. പാവോണട്ടോ അവർക്ക് അവിടെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ അവൻ ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ അതേപോലെ അവനെ കൊണ്ട് നമുക്ക് വേറെ അലമ്പൊന്നുമില്ല. പുറത്ത് കൂട്ടുകെട്ട അങ്ങനെയുള്ള ദുശീലങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല. വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. പിന്നെ അതിന്റെ കാര്യം നീ പറഞ്ഞോളൂ. എന്റെ കാര്യം എന്ന് പറയുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള പറയുമ്പോ മമ്മീനെ തന്നെയാണ്. ഡാഡിനെ ഇഷ്ടമല്ലാന്നല്ല, മമ്മീനെ തന്നെയാണ് എന്നാലും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത്. അതിപ്പോ പെങ്ങളുടെ അടുത്ത് വെച്ച് ഞങ്ങളന്ന് വെറുതെ ഇരിക്കുമ്പോ ഞാൻ ചോദിച്ചാണ് പെങ്ങളോട് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോ ഡാഡീനെ എന്ന് പറഞ്ഞു. ഇപ്പൊ അതേപോലെ തന്നെ എനിക്ക് മമ്മീനെയാണ് ഇഷ്ടം. കാരണം മമ്മിയുടെ അടുത്ത് നമുക്ക് എന്തുകൊണ്ടും പറയാം. എന്തുകൊണ്ടും പറയുമ്പോ മമ്മി അമ്മ ഉണ്ടാണ് സാവധാനം വിഴുങ്ങും. അത് പക്ഷെ ഡാഡി ആണെങ്കിലും ഇല്ല, അപ്പൊ തന്നെ പൊട്ടി തെറിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്തിനിപ്പോ ചെയ്യാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ മൈൻഡാണ് ഡാഡിയുടെ. അല്ല ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. നമ്മള് എന്താ പറയാ മമ്മീനെ ഡാഡീനെ ഒരുപോലെ ഇഷ്ടം. അതിലൊരു മുൻതൂക്കം ഞാൻ അവനെ കൂടുതൽ എനിക്ക് അവരൊരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ആ ഒരു എന്താണ് ഞാൻ എവിടെയെങ്കിലും അവൻ പോയാൽ തന്നെയാണെങ്കിലും ഇപ്പൊ മമ്മി എവിടെയെങ്കിലും പോണെന്ന് തന്നെ ഇല്ല, എന്നെ 100 പ്രാവശ്യം വിളിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ എവിടെയും പോകുന്നത് എത്തിരി നേരം മാറി നിൽക്കണത് തന്നെ. ഹോസ്പിറ്റലിൽ പോണേണ്, എനിക്കപ്പൊ ഫുഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഞാനപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കണ്ടാവുള്ളൂ. എടാ എന്തേ നീ എവിടെയാണ്? ഞാൻ വീട്ടിലുണ്ടെന്ന്. ഫുഡ് കഴിച്ചാ നമ്മളപ്പോ ഫുഡ് കഴിക്കണേക്കുള്ളൂ. അവരിപ്പോ ഹോസ്പിറ്റലിൽ പോയേക്കണേക്കും 2 പേരും കൂടി ആയിട്ട്. എന്നാലും അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഡോക്ടറിന്റെ റൂമിൽ വെയിറ്റ് ചെയ്യണേക്കും. ഞാനല്ല എനിക്ക് എത്ര വയ്യെങ്കിലും അവന്റെ കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾക്ക് ഒരു കോട്ടം വരാറില്ല. ഭക്ഷണത്തിന്റെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും കോട്ടം നമ്മളുടെ വീഡിയോ ഇപ്പോഴും അവൻ ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത് തന്നെ. ഞാൻ അവൻ എന്റെ കൂടെയാണ് കിടത്തുന്നത്. ഇത് കാണുന്ന അവിടെ ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ റസാക്കിന്റെ ഉമ്മ ഇപ്പൊ ഇനി മാറ്റി കിടത്താറായില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും. രാത്രി ആകുമ്പോ വന്നിട്ട് വിളിക്കും, ബാ മോനെ ബാ. കഴിഞ്ഞ മിനിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മിനിഞ്ഞാന്ന് എന്തോ പറഞ്ഞപ്പോ അത് വീഡിയോടെ വരുന്നേന്ന്. വീഡിയോയില് മമ്മി ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ മമ്മി അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ എനിക്ക് സംസാരിക്കാനായിട്ട് ചാൻസ് കിട്ടൂല. അപ്പൊ ഡാഡി കളിയാക്കാൻ തുടങ്ങി മമ്മീനെ. അപ്പൊ ഞങ്ങള് 2 പേരും കൂടി വഴക്കായി. അപ്പൊ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എണീറ്റ് പോയി, ഞാൻ അപ്പുറത്തേക്ക് കിടന്നോളാന്ന് പറഞ്ഞു. ഒരു രാത്രി 12:30 1 മണിയായപ്പോ വന്നിട്ട് 12:30 കിടന്നൊരു അരമണിക്കൂറായപ്പോ എനിക്ക് മനസ്സിൽ വിഷമായി. എന്റെ മോനെ അങ്ങനെ ഭയങ്കര മഴയുണ്ട്, പേടി എനിക്ക്. അണ്ട് വാട മോനെ റസു. അപ്പൊ ഇവനാണെങ്കിൽ എന്റെ വിളിയും പ്രതീക്ഷയോടെ സത്യം പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വരൂന്ന് എനിക്കറിയാം, പക്ഷെ വരൂന്ന് വെച്ചാൽ വന്ന് വിളിച്ച പോകും, അല്ലാണ്ട് പോകൂലെന്ന് വിചാരിച്ചാ നിക്കണേന്ന്. ഞാൻ അവനെ മുത്താരെന്നാണ് വിളിക്കണത്. വിളിക്കുന്നത് റസുമോൻ എന്ന് വിളിക്കും. കൂടുതൽ സ്നേഹം വരുമ്പോ മുത്താരെയാണ്. ഞാൻ കൂടുതൽ ദേഷ്യം വരുമ്പോ അപ്പൊ കൂടുതൽ പറയുന്ന. അപ്പൊ നമ്മള് കൂടുതൽ വിശേഷങ്ങളൊന്നും നമ്മുടെ Q&A സെക്ഷൻ ഒരു അടിപൊളിയായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക്
ഇനി പിന്നെ വേറെ കാര്യം കേട്ടോ റസു, പല ആൾക്കാരുടെ നമ്മൾ ദുഃഖം പല ആൾക്കാരുകൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇനി സമയമുണ്ടല്ലോ. റിപ്ലൈ കൊടുക്കാനിട്ടല്ല, ഒരേ കമന്റ് തന്നെ വന്നിട്ടുണ്ട്. അതാണ് ചിലരിനൊക്കെ ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഏറ്റവും ഇഷ്ടമുള്ള കളർ അത് തന്നെ ഇപ്പൊ 2-3 പേര് അതുകൊണ്ട് ഞാൻ എല്ലാവരും കൂടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞങ്ങള് ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതുപോലെ കൊണ്ടുവരാൻ താല്പര്യം ഞങ്ങൾ ഞങ്ങള് ക്യൂആൻഡായിട്ടല്ല പറ്റത്. ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റേതായിട്ടുള്ള മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, എന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉള്ള സ്വകാര്യതാമുള്ള ഒരു വീഡിയോ ഞാൻ ആമിനതയുടെ സ്വകാര്യത പറഞ്ഞിട്ട് ഒരു വീഡിയോ വരും. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ എന്തിനുണ്ടോ? ഒരിക്കൽ കൂടെ എല്ലാവരോടും ഞങ്ങളെ സഹിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി പറയണം. നിങ്ങളുടെ സ്വന്തം മാമിനത്താത്തയും റസുവും ഞാനും എന്റെ സ്വന്തം ഭർത്താവ് താഴ്കയും. ഓക്കെ ബൈ. താങ്ക് യു.